നന്ദു, നന്ദു, എഴുന്നേക്കുന്നില്ലേ? ബോധം തിരിച്ചു കിട്ടിയോ? ഇത് ചന്ദ്രോത്ത് നന്ദുവിന്റെ റൂമാ. ഞാൻ ഭാര്യ ദേവിക. ദേവിനെ കളിയാക്കാണോ? അയ്യോ അല്ല. ഇന്നലെ രാത്രി വന്നതും കിടന്നതും ഉറങ്ങിയതും ഒന്നും ഓർമ്മ കാണില്ലല്ലോ. എണീറ്റ് ബ്രഷ് ചെയ്, ഷർട്ടും പാൻറ്റും ഒക്കെ മാറ്റും. ഞാൻ ചായ എടുക്കാം. വേണ്ട, ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടെ. അതെന്താ, ക്ഷീണമൊന്നും മാറിയില്ലേ? ചെറിയൊരു തലവേദന. പുതിയ ശീലങ്ങൾ തുടങ്ങുന്നതിന്റെ ആവും. ചായക്ക് പകരം വേറെന്തെങ്കിലും വേണോ? അല്ല, സാധാരണ നല്ല കുടിയന്മാരൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേവി, നീ പോയേ, എനിക്കൊന്ന് ഉറങ്ങണം. ഞാനെന്തായാലും ചായ കൊണ്ടുവരാം. ഹലോ, ഗുഡ് മോർണിംഗ് നന്ദ. എണീറ്റല്ലോ അല്ലേ? ആ, ഇപ്പൊ എഴുന്നേക്കുന്നേ ഉള്ളൂ. ഇന്നലത്തെ സംഭവം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഒരിടം വരെ ഒന്ന് പോണം. അല്ല, അത് എന്തോ ഒരു മടി പോലെ. അല്ല, ഞാൻ ഓക്കെ ആയിട്ടില്ല. ഇവിടെ ദേവി ആകെ വിഷമിച്ചിരിക്കുക. പാവം, ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നെ നോക്കി കാവലിരിക്കായിരുന്നു. എടാ, ഭാര്യമാരെന്ന് പറഞ്ഞാ അങ്ങനൊക്കെ തന്നെയാണ്. ഭർത്താവിനൊരു പ്രശ്നം വന്നാ ഊണും ഉറക്കം ഒന്നും കാണില്ല. അത് അല്ല, ദേവിക നിനക്ക് വേണ്ടി ഉറങ്ങാതിരുന്നത് വലിയ മതിപ്പോടെ നീ പറയുന്നു. ഞാനും കെവിനും കൂടെ നിന്നത് അങ്ങ് വിട്ടു അല്ലേ? അയ്യോ അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എന്നാലേ പെട്ടെന്ന് റെഡിയാവ്. അല്ല ബെല്ല, എന്താ? ഞാൻ ഇന്നലെ കണ്ടത് ഋഷി. അത് കള്ളിന്റെ കെട്ടിൽ തോന്നിയതല്ല, ഞാൻ സത്യമായിട്ടും കണ്ടതാ. ഋഷിയുടെ പ്രേതത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നീ ആദ്യം ഇറങ്ങാൻ നോക്ക്. ഞാൻ റെഡിയായിട്ട് നിന്നെ വിളിക്കാം. ഉച്ച കഴിഞ്ഞിട്ട് മതിയോ? പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. ആ ശരി. ഓക്കെ.